അല്ലാഹു തആല മക്കളെ കൊണ്ട് തല താഴ്ത്താൻ ഈ ഇരിക്കുന്ന ഒറ്റ ഉപ്പമാർക്കും, മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഒറ്റ ഉമ്മമാർക്കും ദുനിയാവിലും ആഖിറത്തിലും ഇടവരുത്താതെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ട രീതിയിൽ മക്കളെ ഓത്തൊക്കെ കേട്ട് നമ്മൾ മരിക്കണമെങ്കിൽ എന്ത് വേണം? മക്കളെ കൊണ്ട് ഈ പറയപ്പെട്ട ദുനിയാവിൻ്റെ നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, ഇത് ആഖിറത്തിൻ്റെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ദുനിയാവിൽ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നതെന്നുള്ളത് ആയത്ത് ഓതുമ്പോൾ കിട്ടും. ഈ നിലവാരത്തിൽ നമ്മളെ മക്കൾ നാളെ ആഖിറത്തിലേക്ക് നമ്മൾ ഫലപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? മക്കളെ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞതായ ആ ശൈലിയിലൂടെ നമ്മൾ വളർത്തണം, അപ്പോഴേ കിട്ടുള്ളൂ. അടയ്ക്ക കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് തേങ്ങ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഉണ്ടാവുമോ? അടയ്ക്ക കുഴിച്ചിട്ട് അടയ്ക്കമരം ഉണ്ടാവും, അടയ്ക്ക ഉണ്ടാവും. നമ്മുടെ മക്കളെ ഈ നിലയ്ക്ക് ഫലപ്പെടാവുന്ന നിലവാരത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടോ? ജനിച്ച അന്ന് മുതൽ 16ാമത്തെ വയസ്സ് എത്തുന്നത് വരെ ഒരാൺകുഞ്ഞിനെ പെൺകുഞ്ഞിനെ നിങ്ങൾക്ക് ഫലപ്പെടണമെങ്കിൽ ഇന്ന നിലവാരത്തിലൂടെ ഇന്ന ശൈലിയിലൂടെ നിങ്ങൾ കൊണ്ടുവരണമെന്ന് ലോകാനുഗ്രഹി നബീന റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെങ്കിൽ നമ്മളതിന് തയ്യാറുണ്ടോ? ഇതേ അള്ളാൻ്റെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഇപ്പം മക്കളുള്ളവരുണ്ട്, പേരക്കുഞ്ഞുങ്ങളുള്ളവരുണ്ട്, ഇനി കല്യാണം കഴിക്കാൻ പോണവരുണ്ട്, ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ മക്കൾ നന്നാവാത്തതിൻ്റെ പേരിൽ, ഫലപ്പെടാത്തതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാലേ ഈ ആൾക്കാരുടെ മുമ്പിൽ പറയാത്തതാ. എന്തിടാൻ കാര്യം ഇപ്പോൾ കുറേ ആയിട്ട് വലിയ ക്ഷീണമാണല്ലോ. ഒന്നുമില്ല. അല്ല ഷുഗറുണ്ടോ? ഷുഗറും ഒന്നുമില്ല. പിന്നെ എന്ത്? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. എന്താ കുഴപ്പം? എന്താ? നല്ല വാത്സല്യത്തോടെ വളർത്തിക്കൊണ്ടുവന്ന മോനാ, ഒരക്ഷരം അങ്ങോട്ട് പറയാൻ നിർത്തിയില്ല. ഒരു വാക്കങ്ങോട്ട് പറയുമ്പോഴത്തേക്കും സിംഹം ഗർജിച്ചിട്ട് ചാടാൻ പറ്റാൻ ഇങ്ങോട്ട് കടിഞ്ഞിട്ട് വരുമോ അങ്ങോട്ട്. മിണ്ടാൻ നിർത്തിയില്ല. മനസ്സിന് വേദനയായോ? എൻ്റെ താത്താപ്പ് ഒരു ഇതുപോലെ ഒന്നുമില്ലാടി. ഓമനിച്ച് വളർത്തിയ മോളാ. എന്തെങ്കിലും അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും പേപ്പട്ടി ഒന്നാരിയാണ് ഉമ്മയുടെ അവിടത്തേക്ക് തന്നെ. മിണ്ടാൻ പറ്റൂല. എന്നിട്ട് ഇങ്ങനെ നടക്കുക, കീപ്പോട്ട് നോക്കി. വീട്ടിലൊക്കെ സുഖമാണോ? പിന്നെ വളരെ സുഖമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തേ ഈ ആൾക്കാരോട് പറയാൻ പറ്റാത്ത ഇടങ്ങേറിലേക്ക് വന്നത്? വളർത്തേണ്ടതുപോലെ വളർത്തിയില്ല. കാരണവന്മാർ പറയില്ലേ, ഉപ്പ് തിന്നാ വെള്ളം കുടിക്കേണ്ടി വരും, കുടിച്ചേ പറ്റൂ. ജനിച്ച അന്ന് മുതൽ 16 വയസ്സ്. എത്ര കറക്റ്റായിട്ടാണെന്നറിയാം നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വരച്ച് കാണിച്ചത്. ജനിച്ചാൽ ഉടനെ മറ്റ് ശബ്ദങ്ങളൊന്നും കേൾക്കുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ ചെവിയിൽ, വലത്തെ ചെവിയിൽ ബാങ്ക്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത്. ഇത് ചുമ്മാ നിങ്ങൾ ആത്മപരിശോധന നടത്തണം. പഠിച്ചവനെ, ഞാൻ ഈ പറയണത് എൻ്റെ കുഞ്ഞിന് ഞാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങളുടെ കുഞ്ഞ് നിനക്ക് ഫലപ്പെടും? വെറുതെ മക്കൾ കഞ്ചാവിൻ്റെ പുറകെ പോയി, ലഹരിയുടെ പുറകെ പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളാണ് അതിന് വഴി തുറന്നു കൊടുത്തേക്കണേ. മക്കൾ നമുക്ക് നാശമാകാൻ പോവുക. നമ്മൾ ഗുണത്തിന് വേണ്ടിയിട്ടായി ചെയ്യണമൊക്കെ, പക്ഷേ ഈ മക്കൾ കാരണമായിട്ട് നിങ്ങൾ നശിക്കാൻ പോവാണ്. ചുമ്മാ പറഞ്ഞല്ല ഇത്. മക്കൾ യഥാർത്ഥത്തിൽ ശൈത്താൻ വരെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇടങ്ങേറാക്കണ കുഴപ്പമില്ല ഈ മൂപ്പര് ശൈത്താൻ എന്ന് പറഞ്ഞ സാധനം. നാളെ മഹ്ശറിൽ നമുക്ക് എതിരിൽ അള്ളാൻ്റെ കോടതിയിൽ വാദിക്കൂല. അള്ളാൻ്റെ കോടതിയിൽ വാദിക്കുന്നത് നമ്മുടെ മക്കളാണ്. അല്ലാഹുമ്മ ആതിഹിം ളഅഫൈനി മിനൽ അദാബ്. പഠിച്ചവനെ, എൻ്റെ ഈ വാപ്പാക്കും ഉമ്മാക്കും എനിക്ക് തരുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ നൽകണേ അല്ലാ. മക്കളുടെ ഡിമാൻഡാ. വജഅൽഹുമാ തഹത അഖദാമിനാ. ഞങ്ങളുടെ കാലിൻ്റെ ചൂടിനെ, ഈ മഹ്ശറയുടെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ, ഞങ്ങളുടെ കാലിനൊരു രക്ഷ കിട്ടാൻ ഉമ്മാനെ ഉപ്പാനെ ഒന്ന് മലത്തിക്കെടുത്ത് റബ്ബേ, അവരുടെ നെഞ്ചത്ത് ഞങ്ങളൊന്ന് ചവിട്ടി നിൽക്കട്ടെ അല്ലാ. ഇത് മഹ്ശറയിൽ ആവശ്യപ്പെടുക. നിങ്ങൾ ചിന്തിക്കാതിരിക്കും ഇതൊക്കെ ഉണ്ടാവുമെന്ന്. ഇതിലപ്പുറം ഉണ്ടാവും. ചെറുതല്ല. അപ്പം ഇത് ശാശ്വതമായി നാശത്തിലേക്കോ അപകടത്തിലേക്കോ അങ്ങോട്ട് വിടണേ മക്കളെ. അപ്പം സമ്മതിക്കുമോ? ഈ നബിത്തങ്ങൾ എണ്ണിത്തന്ന് നമ്മുടെ ഏത് കുഞ്ഞുങ്ങളിലും നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഉണ്ടായാൽ അപ്പം തന്നെ വേറെ ശബ്ദങ്ങളും കേൾക്കണതിന് മുമ്പ് അള്ളാൻ്റെ ദഅവത്തിൻ്റെ സന്ദേശം ചെല്ലണതായി കേൾക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ചെവിയിൽ. അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റേ മൂപ്പരുടെ ദഅവത്തങ്ങ് ചെല്ലും. മറ്റേ മൂപ്പരുടെ ദഅവത്തം കൂടി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടൂല. ഇന്ന് പ്രസവങ്ങൾ നല്ലൊരു ശതമാനവും ഹോസ്പിറ്റലുകളിലാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ തേടി പോകുന്ന എത്ര ദമ്പതികളുണ്ട് ഇവിടെ? ഇത് വലിയ പ്രശ്നമാണ്. ഇത് ചികിത്സാരംഗത്ത് വരെയും
60-70% തീവ്ര ചിന്താഗതികളിലേക്ക് മാറിപ്പോയി മനുഷ്യർ. അവൻ ഇന്ന ജാതിക്കാരനാണ്, അവൻ ഇന്ന മതക്കാരനാണ്, ആ ശൈലിയിലുള്ള ചിന്തയായിപ്പോയി. ഒരു 60-70%. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ചികിത്സകൾ തിരഞ്ഞെടുക്കുന്നവരെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പണം കൊടുത്താണ് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലണത്. അവിടെ നമ്മൾക്ക് പറയപ്പെടുന്ന, നമുക്ക് വിധിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സൗകര്യമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അവിടെ ചികിത്സ തേടാവുള്ളൂ. എനിക്ക് 6 പേരക്കുഞ്ഞുങ്ങളുണ്ട്. 6 പേരക്കുഞ്ഞുങ്ങൾ. ഈ 6 കുഞ്ഞുങ്ങൾക്കും ലേബർ റൂമിനകത്ത് ബാങ്ക് ഇഖാമത്ത് കൊടുക്കാനുള്ള സംവിധാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചിലതിന് ഞാൻ ഉണ്ടായില്ല, ഹജ്ജിൻ്റെ സമയത്തായി പോയി. പക്ഷേ വീട്ടിൽ ബാക്കി മക്കൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെയുള്ള ഹോസ്പിറ്റലാണ് ഞാൻ ചികിത്സിക്കാൻ പോണത്. ആലുവയുടെ ഹൃദയഭാഗത്തുണ്ട് ഒരു നല്ല ഹോസ്പിറ്റൽ, നജാത്ത് എന്ന് പറഞ്ഞിട്ട്. വലിയ നിസ്കാരത്തയമ്പും താടിയുമുള്ള ഒരു വലിയ പണ്ഡിതനാണ് അവിടുത്തെ MD ഡോക്ടർ അബ്ബാസ്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാട്ടെ. നല്ല മനുഷ്യനാണ്. ലേബർ റൂമിൽ ഗൈനക്കോളജിസ്റ്റ് സഹോദര സമുദായത്തിൽപ്പെട്ടതായിരിക്കും, പക്ഷെ നമുക്ക് സൗകര്യം ചെയ്തു തരും. ഉസ്താദെ ഇന്ന സമയത്തോട്ടോ എന്ന് പറഞ്ഞിട്ട് ലേബർ റൂമിൻ്റെ സൈഡിൽ തന്നെ നമ്മളകത്തേക്ക് കയറ്റി കൊണ്ടുപോകും. കുഞ്ഞിനെ സൈഡിൽ കിടത്തി തരും. നമ്മൾ ബാങ്ക് ഇഖാമത്തും ചെവിയിൽ കൊടുക്കുക. വലത്തെ ചെവിയിൽ ബാങ്ക്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത്. ഇത് ആർക്ക് കൊടുത്തിട്ടുണ്ട്? നമുക്കൊക്കെ നൽകപ്പെട്ടു. ബഹുമാനികളെ, ബാങ്ക് കൊടുത്താൽ ഇഖാമത്ത് കേട്ടാൽ പിന്നെ എത്ര സമയമുണ്ട് കൈ കെട്ടാൻ പറ? നമ്മളെല്ലാം ബാങ്കും ഇഖാമത്തും കൊടുക്കപ്പെട്ട മനുഷ്യരാണ്. അതവിടെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ബാങ്ക് ഇഖാമത്തും കൊടുത്താൽ പിന്നെ മധുരം തുപ്പിക്കൊടുക്കലാണ്. തങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും കുഞ്ഞിനെ. അല്ലാഹുവിൻ്റെ റസൂലേ, ഒരു കുഞ്ഞുണ്ടായി, കാരക്ക കയ്യിൽ കരുതിയിട്ടുണ്ടാവും. ഈ കാരക്ക അങ്ങ് കൊടുക്കും നബി തങ്ങളുടെ കയ്യിൽ. തങ്ങളത് വായിലിട്ട് ചവച്ച് അരച്ച് ദ്രാവക രൂപത്തിലാക്കിയിട്ട് കുഞ്ഞിൻ്റെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. നല്ല മനുഷ്യന്മാരെ കൊണ്ടിട്ട് അത് ചെയ്യിപ്പിക്കണം. ലേബർ റൂമിൽ നിന്ന് കുഞ്ഞിനെ അങ്ങോട്ട് തരുമ്പോൾ തന്നെ അതെ എന്നാ സുബൈദാടെ കുഞ്ഞ് ഇങ്ങോട്ട് കൊണ്ട എടാ 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 നീ മറ്റേ അമ്മാച്ചനെ വിളിച്ചടാ, അമ്മാച്ചനെ വിളിച്ചോ, മധുരം തുപ്പി, ഞാൻ കാരക്ക കൊണ്ടുന്നുണ്ട്. അമ്മാച്ചനാ? ആ മുമ്പിൽ അത് അവിടെ നിന്നുകൊണ്ട് വീഡിയോ ഇരിക്കുന്നുണ്ട്. എന്നാ വിളിക്കണ്ടാടാ. എന്നാൽ നമ്മുടെ വാപ്പാനെ വിളി. നമ്മുടെ വാപ്പായോ ഇതേ വായിൽ അരച്ച പോലെയാണ്, എന്നാൽ വാപ്പാനെ വിളിക്കണ്ട. അപ്പോൾ പിന്നെ ഇപ്പം എന്താ ചെയ്യുക? എന്നാൽ ഞാൻ തേൻ കൊണ്ടുവന്നിട്ടുണ്ട് മോനെ, ബിസ്മി ജില്ല, തേന് ചില തൊട്ട് കൊടുത്തോ, അത് മതി. ഇപ്പോൾ തുപ്പാൻ പറ്റിയ അമ്മാശനും ഇല്ല, തുപ്പാൻ പറ്റിയ വാപ്പായും ഇല്ല. അപ്പം ഇത് തൊട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ടോ അൽ വലത് യുഅഖു അൻഹു യൗമുസ്സാബീൻ, 7ാമത്തെ ദിവസം ചെയ്യേണ്ട പണികളെ പറഞ്ഞേ. ഇമാത്തത്തിൽ അത് അക്കീക്കയുടെ കൂട്ടത്തിൽ തങ്ങൾ കൂട്ടി പറയുന്നുണ്ട്. 7ൻ്റെ അന്ന് അഴുക്കുകൾ നീക്കണം എന്ന് പറഞ്ഞാൽ മുടി വടിച്ചു മാറ്റണം. ഉറങ്ങണവർ ഉറങ്ങിക്കോട്ടോ, ഞാനിതിങ്ങനെ പറയുകയാണ്. 7ൻ്റെ അന്ന് മുടി വടിച്ച് മാറ്റണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി, കാശുള്ള ആളാണെങ്കിൽ ഒരു തട്ടിൽ ആ മുടി വയ്ക്കുക, മറ്റേ തട്ടിൽ സ്വർണം വയ്ക്കുക. എന്നിട്ട് അത് സാധുക്കൾക്ക് ഹദിയ ചെയ്യുക. ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ അള്ളാഹു ഇരട്ടി കൊടുക്കും. മാമിൻ അബദിൻ വല അമത്തിൻ നഫഖത്തു മാബിൻ അബദിൻ വല അമത്തിൻ യുളിന്നു ബി നഫഖത്തിൻ യുൻഫിഖുഹാ ഫി റിളല്ലാഹ്. അള്ളാഹു തൃപ്തിപ്പെട്ട വഴിയിലേക്ക് ഒരടിമ ഒരു സദഖ ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ ഇല്ലാമ അൻഫഖ അദ്ആഫുഹാ ഫീമാ സുഖത്തില്ല, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത വഴിയിൽ അവനെ കൊണ്ട് ഇരട്ടി ചെലവഴിപ്പിക്കുമെന്ന് നബീന റസൂലുള്ളാഹി. ഇന്ന് അതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. കാശില്ല എന്നാൽ വേണ്ട, വെള്ളി സദക്ക ചെയ്യുക. ഒരു കുഞ്ഞിൻ്റെ മുടിയുടെ അത്ര തൂക്കത്തിൽ വെള്ളി കൊടുക്കണമെങ്കിൽ ഒരു 500 രൂപ രൂപയായിരിക്കും. ചെയ്യാൻ തയ്യാറില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? മുടി എടുത്തതിൻ്റെ ശേഷം കുളിപ്പിക്കുക. കുളിപ്പിച്ചിട്ട് നല്ല പേരിടണം. ഇന്ന് പേര് വലിയ പ്രശ്നമാണ്. തുദ്ഉന യൗമൽ ഖിയാമത്തി ബി അസ്മാഇക്കും ബി അസ്മാഇ ആബായിക്കും ഔ കമാ ഖാല റസൂലുള്ളാഹി അഹ്സിനു അസ്മാഅക്കും. മഹ്ശറയിൽ നിന്റെ വാപ്പാടെ പേര് കൂട്ടിയിട്ടാണ് വിളിക്കുക. അതുകൊണ്ട് നല്ല പേരിട്. ഇന്ന് എന്താ ബഹുമാനികളെ, പേരിൻ്റെ പേരിൽ തല താഴ്ത്തുന്ന അവസ്ഥ വന്നില്ലേ? കാരണന്മാരല്ലേ ഇതിൻ്റെ ഉത്തരവാദികൾ. കുഞ്ഞുങ്ങൾക്കിടുന്ന പേരൊന്നും മനുഷ്യൻ്റെ പേരല്ല, കണ്ട പട്ടിയുടെയും പൂച്ചയുടെയും കന്നാളിൻ്റെയൊക്കെ പേരാണ് ഇടുന്നത്. ഒന്നാമത്തെ പിള്ള ഉണ്ടായിപ്പോൾ ആങ്കൊച്ച, അപ്പോൾ അതിന് കുട്ടന് പേരിടും. രണ്ടാമത് ഉണ്ടാവില്ല എന്ന് ഓർത്തിരുന്നാണ്, അത് അറിയാണ്ട് അതും ഉണ്ടായി, അതും ദേ വന്നു ആങ്കൊച്ചാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യും? അതിന് കിട്ടന് പേരിടും. ഇനി ഉണ്ടാവില്ല എന്ന് ഓർത്തിരുന്നാണ്, ദേ വന്നു, പിന്നെ അറിയാതെ ഉണ്ടായി മൂന്നാമത്തെ കൊച്ച്, അതുമാണ്.
അപ്പം ഇനി എന്തെന്നാ പേരിടുന്നത്? ഈ അക്ഷരക്കണക്കിലാണല്ലോ, അവസാനം അക്ഷരമാണെങ്കിൽ വന്നോ. ആദ്യത്തേന് കുട്ടൻ, രണ്ടാമത്തേന് കിട്ടൻ, പിന്നെ മൂന്നാമതൊന്നും ഇപ്പോൾ പൊട്ടൻ. വല്ലവരും ചിന്തിക്കണ്ടോ? പേരിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞാണ്ടല്ലോ. അനുസരിച്ച് നല്ല പേരാ, വാത്സല്യമുള്ളവനാണ്, പേരങ്ങനെ ഇടും. എന്നിട്ടൊരു ചുരുക്കിയൊരു പേരുണ്ട്, അനു അനു എന്ന് വിളിക്കും. മോനെ അനുവേ, ഇല്ലവേ അനു എന്ന് പറഞ്ഞാൽ എന്താ? അനു എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞില്ല. ഇപ്പം നിങ്ങൾ അറിയണേ എങ്ങനെയാ? പെണ്ണുമ്പിള്ള വിളിക്കുകയാണ്, മോനെ വാപ്പിച്ചിയുടെ അനുവേ ഇഞ്ഞു വന്നേ. എവിടെ? അത് വാപ്പിച്ച് മാർക്കറ്റിൽ പോയപ്പോൾ കൊണ്ടുപോയി. മനുഷ്യൻ ആണുങ്ങളുടെ മറ്റേ ഞാൻ പറയണില്ല. എന്നിട്ട് പെണ്ണുമ്പിള്ള വിളിക്കുക, വാപ്പിച്ചിയുടെ അനു ഇങ്ങോട്ട് വന്നേന്ന്. വാപ്പിച്ചിയുടെ അനു ഇങ്ങോട്ട് തന്നെ എങ്ങനെയാ? മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ പോയില്ലേ അനു. ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കിയാണ്ടല്ലോ എന്തോരം മെനകേടാന്നറിയോ നമ്മുടെയൊക്കെ പേരിൻ്റെ അക്ഷരം. സാനിന്ന് പേരുണ്ടല്ലോ, സാനി. നല്ല ഒന്നാമത്തെ കൊച്ചിനെ വിളിക്കുന്ന പേരാണ്. ഞാൻ പറയാം, പടച്ചോനോർത്ത് പേരൊക്കെ ഇടുമ്പോൾ ഉസ്താദന്മാരോടൊക്കെ വന്ന് ചോദിക്കണം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് നല്ല പേരിടുക. മഷറയിൽ ഈ പേരെ വിളിക്കണത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് ഈ പേരെന്ന് പറയുന്നത്. മരണം വരെയും വിളിക്കൽ മാത്രമല്ല, മരണശേഷവും വിളിക്കുകയല്ലേ. അപ്പോൾ 7-ൻ്റെ അന്ന് അക്കീക്ക ഇറക്കുക, മുടി കളയുക, മുടിയുടെ തൂക്കം സ്വർണ്ണോ വെള്ളിയോ സദക്ക ചെയ്യുക, എന്നിട്ട് പിന്നെ പേരിടുക, സുന്നത്ത് കഴിക്കുക. ഇന്ന് പല ഭാഗത്തും പ്രശ്നമാണ്. 7-ൻ്റെ അന്ന് സുന്നത്ത് കഴിക്കാൻ വേണ്ടി ചെറുക്കൻ്റെ ആൾക്കാരും ബാപ്പായും ഒക്കെ തയ്യാറായാൽ പെണ്ണോ 7-ൻ്റെ അന്നാ ഈ പെണ്ണോർത്താണ് ആ കണ്ടിച്ച് കളയുന്നു. ഇതാകെ മുറിച്ച് കളയല്ല, ഈ അറ്റം കുറച്ചേ മുറിക്കണുള്ളൂ. അത് ആ പൊക്കിൾ കൂടി ഉണങ്ങുന്നത് പോലെ ഉണങ്ങും. കൊച്ചിന് യാതൊരു അസ്വസ്ഥതയില്ല. ഇത് കൊച്ചിങ്ങനെ അറിവ് വെച്ച് വരുമ്പോഴും കൊച്ചിന് സ്വസ്ഥക്കേടാണേ. കാരണം സുന്നത്ത് കഴിച്ച പിള്ളേർ മദ്രസയിലൊക്കെ ചെല്ലും, എടാ നിൻ്റെ ചെത്തിയോ? ഇല്ല. ഞങ്ങളുടെയൊക്കെ ചെത്തിയതാ. നിൻ്റെ കുറച്ച് കളയുമ്പോൾ വട്ടം ചെത്തി കളയൂടാ, കണ്ടിച്ച് കളയും. ആകെ പേടിച്ച്. കൊച്ചിന് എന്തോരം തീറ്റ കൊടുത്താലും കൊച്ചു നന്നാവില്ല. കാരണം എന്താ? ഇതാകെ ടെൻഷനാണേ. ഇത് എന്നാ പിടിച്ച് കണ്ടിക്കണമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കൊച്ച അറിവ് വെക്കണേന് മുമ്പ് ഇതങ്ങോട്ട് നടത്താം. ഇപ്പം മാറി തുടങ്ങിയിട്ട് ഞാൻ പഠിച്ചോന്നോർത്ത് പറയാ, 7-ൻ്റെ അന്നാകുമ്പോൾ നല്ലൊരു സുന്നത്ത് കിട്ടി. അല്ലാണ്ട് 15 വയസ്സാകുമ്പോൾ പിടിച്ചാൽ നിൽക്കുമോ? എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? പണ്ടൊക്കെ അങ്ങനെയാണ് ചെയ്തേക്കേണ്ടത്. ചില കാക്കാന്മാരെ ഈ കളരി പഠിച്ച കാക്കാനെ ഏർപ്പെടുത്തും പിടിക്കാൻ. അല്ലാണ്ട് ഇപ്പോൾ നാടന്മാർ പിടിച്ചാൽ തിരക്ക് നിൽക്കുമോ? അങ്ങനെ ഇവൻ്റെ കളസമൊക്കെ കഴിപ്പിച്ച് തോർത്തൊക്കെ കുടിപ്പിച്ച് അപ്പോഴത്തേക്ക് ഉസ്താദ്മാരും ഒന്നുണ്ടാവും. അതെ ഷറഫലാനാമാന്ന് ചെല്ലടെ അഷറഹൽ ബദറൂന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഈ കളരി കാക്കാട്ടെ വീട്ടുകാരൻ പറയും, ഡാ പിടിച്ചോട്ടോന്ന് പറയും. അപ്പോൾ ഇവൻ നോക്കിയിരിക്കുകയാണ്, കാക്ക പിടിക്കാൻ തന്നെ എപ്പോഴാന്ന് നോക്കി ഒറ്റ ചാട്ടം കൊടുക്കും. ഇവൻ ചാടിയുടെ തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും കപ്പൊക്കെ കിഴങ്ങിൻ്റെ ഒക്കെ ഉള്ളിക്കൂടെ ഇവനക്കല്ലേ ഓടാൻ പറ്റുള്ളൂ. കളരി പഠിച്ചു എന്ന് പറഞ്ഞ് കാക്കൊക്കെ ഓടാൻ പറ്റുമോ? അവസാനം പിടി കിട്ടൂല. തിരിച്ച് കാക്ക ഇവിടെ വരുമ്പോഴത്തേക്കും സർഫലന തീർന്നിട്ടുണ്ടാവും. അപ്പം പിന്നെ എന്ത് ചെയ്യും? ഓതാൻ വന്ന ഉസ്താദ് ഒരു മണി അവൻ പാപ്പാടെ വിട്ട് അങ്ങോട്ട് പോട്ടെ, ഇപ്പം തൽക്കാലം ഇവിടെ ചോറ് വിളമ്പാൻ പറയും. ഇതാണ് ഇടപാട്. ഇങ്ങനെയൊന്നും അല്ലാട്ടോ പൊന്നു ഹബീബന്മാരെ വേണ്ടത്. പിന്നെ 7-ൻ്റെ അന്ന് കാലും കയ്യോടിക്കൂലേ, അടങ്ങി കിടന്നോളൂ. എത്ര നല്ല സന്തോഷമാണ് സഹോദരിമാരെ, നിങ്ങളതിന് സമ്മതിക്കണം. അപ്പം 7-ൻ്റെ അന്ന് ഇപ്പം എന്തൊക്കെ പണിയെടുത്തി ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് എന്താണ്? അക്കയ്ക്ക് അറുത്ത് കൊടുക്കണം. അക്കയ്ക്ക് അറുത്ത് കൊടുക്കൽ ലാസ്റ്റ്. ഞാൻ ചോദിക്കട്ടെ, തയ്യാറുണ്ടോ? ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്. ഇനി മാടാണെങ്കിൽ ആണിനും പെണ്ണിനും 1. എടാ ഒരക്കയ്ക്ക് അറുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നവവരന്മാരാകുന്ന പുതിയാപ്പിളാർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? രഹസ്യമായിട്ട് പൈസ ഇല്ല ഉസ്താദേ. അള്ളാഹ് കൊടുത്താണ് ശിക്ഷ. നല്ല വഴിയിലേക്ക് കൊടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോ മാസക്കുളി മാറി. ഇപ്പം മുതൽക്ക് തുടങ്ങി സ്കാന്, സ്കീന്, എക്സ്ട്രാ, മറ്റത് മറിച്ചത്. അവസാനം 10-ാം മാസത്തിൽ ഈ സാധനങ്ങൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും 10 അക്കീക്കയുടെ പൈസ പോയിട്ടുണ്ടാവും. ശരിയല്ലേ? ഒരക്കീക്ക് അറുത്ത് കൊടുക്കുക 7-ൻ്റെ അന്ന്. ശ്രദ്ധിച്ചോ, 6-ാമത്തെ വയസ്സെത്തിയാൽ അദ്ദബ. അപ്പോൾ ഉണ്ടായി 7 കഴിഞ്ഞു. ഇനി ആ കുഞ്ഞ് നല്ല തർബിയത്ത് കിട്ടേണ്ടത് കുഞ്ഞിൻ്റെ ഉപ്പാടെ മടിയിൽ നിന്ന്, ഉമ്മാടെ മടിയിൽ നിന്ന്. 6-ാമത്തെ വയസ്സെത്തിയാൽ മദ്രസയെ കൊണ്ടുപോയാക്കണം. ഇന്നത്തെ ഹാല്യങ്ങൾ പറ. 2 വയസ്സാകുമ്പോഴത്തേക്കും തുടങ്ങും. മാറിൽ നിന്ന് പിടിച്ചു പറിച്ചാൽ കൊണ്ടുപോകണത് എങ്ങോട്ട്?
എങ്ങോടാ കൊണ്ടുപോകണത് ബഹുമാനികളെ? നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകേണ്ട ശൈലിയിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ നമ്മൾ ആത്മപരിശോധന നടത്തുക. 6-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ അദബ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞെങ്കിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ കൊണ്ടുവന്നാക്കണമെന്ന് ഞാൻ പഠിച്ചോനോർത്ത് നിങ്ങളോട് പറയാണ്. നിങ്ങൾ 2-ാമത്തെ വയസ്സിൽ കൊണ്ട് ആക്കണമെങ്കിൽ ആക്കിക്കോ. ബാവുസിലാറല്ല ഇപ്പോൾ ജിബിരിൽ അലൈഹി സ്വലാം എന്ന് പറഞ്ഞാലും ഇപ്പോൾ ജനം അംഗീകരിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയി ആക്കിക്കോ, ഏത് മീഡിയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ആക്ക്. പക്ഷെ ആക്കുന്നതിന് മുമ്പ് ഒരു നല്ല മനുഷ്യൻ്റെ അടുത്തുകൊണ്ടിട്ട് ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു കൊടുക്കുക. അത് ആ കുഞ്ഞിനെ കൊണ്ടിട്ട് പറഞ്ഞ് എഴുതിപ്പിച്ചതിൻ്റെ ശേഷം കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയാക്കുക. ഇന്ന് എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട് നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാൻ. ഇത് ചെറിയ കാര്യമാണോ? റൂഹുല്ലാഹി നബീന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം സഹാബാക്കളോടൊപ്പം ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു ഖബറിൻ്റെ അടുക്കൽ നിന്നിട്ട് പറയുന്നു, സഹാബത്തെ, ഈ ഖബറാളി വല്ലാത്ത അദാബിലാണല്ലോ. അത് പറഞ്ഞുകൊണ്ടിട്ട് അവർ മുന്നോട്ട് പോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചാ വഴി വരുമ്പോൾ ഖബറാളിയുടെ അവസ്ഥ മാറി. വല്ലാത്ത അനുഗ്രഹം കൊണ്ട് ആ മനുഷ്യനെ പൊതിയപ്പെട്ടിരിക്കുന്നു. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദിലേക്ക് വീണു. റബ്ബേ, ഏതാനും ദിവസം മുമ്പ് ഞങ്ങൾ ഈ വഴിയെ പോകുമ്പോൾ വല്ലാതെ അദാബിലായിരുന്ന ഈ ഖബറാളി ഇപ്പൊ അനുഗ്രഹം കൊണ്ട് പൊതിയപ്പെട്ടല്ലോ തമ്പുരാനെ, ഇതിന്റെ കാരണം എന്തെന്ന് എനിക്ക് അറിയിച്ചു തരണേ അല്ലാഹ്. സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുമ്പോൾ മുഖറബായ മലക്ക് ജിബ്രീൽ, നബിയേ, ഈ മനുഷ്യൻ മരണപ്പെടുമ്പോൾ ഭാര്യ ഗർഭവതിയാണ്. പ്രസവിച്ചതായ കുഞ്ഞിനെ 6 വയസ്സെത്തിയപ്പോൾ ഒരു ആലിമിന്റെ അടുക്കൽ കൊണ്ടുപോയി എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഈ പൊന്നുമോൻ യത്തീമായ മോനാണ്. ഈ മോനക്ക് അല്ലാഹുവിന്റെ കലാമ് പഠിപ്പിക്കാൻ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. ഉസ്താദ് ആ കുഞ്ഞിനെ മുന്നിലിരുത്തി ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മോനെ, ഈ വാചകം നീ പറയണ കുഞ്ഞ്. അല്ലാഹു പരമകാരുണ്യകനും കരുണാനിധിയുമായ റബ്ബേ, നിന്റെ നാമത്തിൽ നിന്റെ കലാമിനെ പഠിക്കാൻ ഞാൻ തുടങ്ങുന്നു തമ്പുരാനെ. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇത് പറമോനെ എന്ന് ഉസ്താദ് പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുരുന്നുമോൻ അതിന്റെ കിളുന്ത് നാവ് കൊണ്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈസാ നബിയെ, പടച്ച തമ്പുരാനെ പരമകാരുണ്യകൻ എന്ന കുഞ്ഞ് വിശേഷിപ്പിച്ചെങ്കിൽ ആ കരുണ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകണ്ടേ നബിയെ. ആ കരുണ തമ്പുരാൻ പ്രകടിപ്പിച്ചത് ആ കുഞ്ഞിന്റെ പിതാവിന് അല്ലാഹു തആല പൊറുത്തു കൊണ്ടിട്ടാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ. കുഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോൾ വാപ്പാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു. മക്കളുടെ ഇൽമിന്റെ പവറായത്. ഞാൻ ചോദിക്കട്ടെ പെങ്ങന്മാരെ, 10 മാസം ചുവന്ന് നൊന്തുപെറ്റ നിന്റെ മോനെ കൊണ്ട് ഒരു ബിസ്മി പറയിപ്പിച്ചാൽ നിനക്ക് കിട്ടുന്ന നേട്ടം എത്രേ? നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ പുറകെ പോകണ്ടെന്നൊന്നും ഞങ്ങളാരും പറയണമൊന്നുമില്ല. ആൾക്കാരൊക്കെ ഉസ്താദന്മാരുടെ തലയിലേക്കാണ് കയറണേ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കണില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്ത് അബുൽ ഹസൻ അലി നദ്വി ഒരു വർത്താനം പറഞ്ഞല്ലോ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ആലിമീങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കല്ലേ. എന്തേ ഇംഗ്ലീഷ് പഠിപ്പിക്കല്ലേ എന്ന് പറഞ്ഞത്? അബുൽ ഹസൻ അലി നദ്വി പറഞ്ഞിട്ട് കൊല്ലം നിസ്സാരമായിട്ടുള്ളൂ. അദ്ദേഹം എന്താ പറഞ്ഞതറിയോ? നിങ്ങളുടെ ഒറ്റ മക്കളെ സ്കൂളിലേക്ക് വിടണ്ട. അബുൽ ഹസൻ അലി നദ്വി മഹാനവറുകളുടെ പിന്നാലെ സിറാത്ത് കടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാണ്. വലിയ മനുഷ്യനല്ലേ, ലോക പണ്ഡിതൻ. ആ മനുഷ്യൻ പറഞ്ഞ് ഇംഗ്ലീഷ് പഠിപ്പിക്കണ്ടെന്നല്ല, നിങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് വിടണ്ട. എന്തേ? വടക്കേ ഇന്ത്യയിലെല്ലാം കുരുന്നു മക്കളിലേക്ക് വർഗീയ ചിന്താഗതികൾ കയറ്റുന്നതിന് പാഠപുസ്തകങ്ങൾ വർഗീയവൽക്കരിച്ചപ്പോൾ അബുൽ ഹസൻ അലി നദ്വി ഒരു ഒറ്റ ഓർഡർ ഇട്ടു, ഒറ്റ കുട്ടികളെ പള്ളിക്കൂടത്തിലേക്ക് വിടണ്ട. പള്ളിക്കൂടത്തിൽ ചെന്നാലല്ലേ ഇപ്പം ഇത് പഠിക്കുള്ളൂ. പാഠപുസ്തകം തിരുത്തി കേന്ദ്ര ഗവൺമെന്റ്. ഈ തിരുത്താൻ വച്ചതിൽ നിന്നും പരിപൂർണമായിട്ടും പിന്മാറി. ഇത് തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉലമാക്കൾ പറഞ്ഞത്, മക്കളെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട. എന്തേ? അന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സംവിധാനം വെള്ളക്കാരുടേതാണ്. വെള്ളക്കാരുടെ വേരിവിടെ ഉറക്കണ്ട, അവരിവിടുന്ന് നാട് കടക്കട്ടെ, അതിനവരുടെ ഭാഷയുടെ എതിരുണ്ടായിട്ടല്ല. അത് തങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ ഭാഷയും പഠിക്കണമെന്നാണ്. എല്ലാ ഭാഷയും പഠിച്ചാൽ ഒരു ഭാഷ പഠിക്കുന്നവൻ്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പം എല്ലാം പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇംഗ്ലീഷ് ആരും പഠിപ്പിക്കണ്ടെന്ന് പറയണില്ല. പക്ഷേ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കിന്നിപ്പോൾ എന്തിനാണ് ഉത്സാഹം കാണുന്നത്? മദ്രസയിലാക്കാനാണോ അതെയോ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണോ? സ്കൂൾ അങ്ങോട്ട് അടച്ചാൽ അടക്കണതിന് മുമ്പ് തന്നെ തീരുമാനമെടുക്കും, ഇത്രാം തീയതി നമുക്ക് ടൂർ പോകാം, ഇത്രാം തീയതി വെല്ലുപ്പാട് എടുത്തു പോകാം, ഇത്രാം തീയതി വെല്ലുമാട് എടുത്തു പോകാം. എല്ലാ വിരുന്നും എല്ലാ ടൂറും സ്കൂൾ അടച്ചാൽ പിന്നെ തകൃതിയാണ്. എന്തേ? സ്കൂൾ മുടക്കിയിട്ട് എന്തേ പോകാൻ പറ്റൂല?
അപ്പോൾ വല്ല പരിഗണനയും ഈ മതവിജ്ഞാനത്തിനുണ്ടോ? ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ വിജ്ഞാനം കുറയുകയാണ്. വിജ്ഞാനം കുറയലാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. കുഞ്ഞുങ്ങൾ ലഹരിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ കാരണക്കാർ നമ്മൾ തന്നെയാണ്. മോനെ, നീ എവിടെ നിന്നാണ് വന്നത്, നീ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. മദ്രസാരംഗന്മാർക്കും യാതൊരു പരിഗണനയില്ലാതെയായിപ്പോയി. ശരിയല്ലേ? അപ്പം ഞാൻ നിർത്തുകയാണ്. 6-ാമത്തെ വയസ്സിൽ അദ്ദബാത്ത്, കുഞ്ഞിനെ മദ്രസയെ കൊണ്ടുവന്നാക്കണം. കുഞ്ഞുങ്ങളെ മദ്രസയിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് മക്കൾ പഠിക്കുമോ? ആക്കാത്തതിൻ്റെ ഗുരുതരമാകുന്ന വിപത്താണ് ഇപ്പോൾ ഈ ആയത്തെ ഓതി തന്നത്. ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല, അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും കളി. ഫലമ്മാ ബലഗ തിസ്അ, 9-ാമത്തെ വയസ്സെത്തിയാൽ അസല ഫിറാശഹു, വിരിപ്പിൽ മാറ്റിക്കിടത്തണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 9 വയസ്സായ കൊച്ചിനെ പിടിച്ചു വലിച്ച് ഏതെങ്കിലും റൂമിൽ കൊണ്ടുവന്നിട്ട് വാതിലടയ്ക്കാനല്ല ഈ പറയണത്. നമ്മുടെ റൂമിൽ തന്നെ കിടക്കട്ടെ, ഒരു ചെറിയ കിടക്ക അവന് വേണ്ടി സ്പെഷ്യൽ, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വേറെ ഒരു വിരിപ്പ്, ഒരു തലങ്ങണ, അതിൽ വേറെ ആരും കിടത്തണ്ട, വേറെ കുട്ടികളെ കിടത്തണ്ട. ചാവക്കാട് എന്ന് പറയുന്നത് മുസ്ലിം ബെൽറ്റല്ലേ? അവിടെ സ്വന്തം ആങ്ങളെ പെങ്ങളോട് ചെയ്ത ക്രൂരത ഈ സദസ്സിൽ പറയാൻ പറ്റുമോ? ഇതൊരു ആബാലവൃദ്ധം കൂടിയിരിക്കുന്ന ഒരു മജ്ലിസല്ലേ, ഇവിടെ പറയാൻ പറ്റുമോ? പോലീസ് ഉദ്യോഗസ്ഥന് മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചില്ലേ, നീ എന്തിനാടാ പെങ്ങളോട് ഈ ക്രൂരത ചെയ്തത്? എന്താ ബഹുമാനികളെ ഇതിനൊക്കെ കാരണം? നബിത്തങ്ങളെ നമ്മൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതല്ലേ വിഷയം. വമാ കാനല്ലാഹു ലിയുഅദ്ദിബുഹും വഅന്ത ഫീഹിം, നബി കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. തങ്ങളെ നമ്മൾ കളഞ്ഞു, തങ്ങളായി പറഞ്ഞു തന്നെ. 9-ാമത്തെ വയസ്സിൽ വിരിപ്പിൽ മാറ്റിക്കിടത്തണം. ചെയ്യേണ്ടതൊന്നും ചെയ്യാൻ തയ്യാറില്ല ബഹുമാനികളെ. ഫലമ്മാ ബലഗ അശറ, എണ്ണി പറയാൻ ഉണ്ടായ അന്ന് മുതൽ 16 വയസ്സ് വരെ നബിത്തങ്ങൾ എണ്ണി പറയുന്നു. ഇതൊന്നും ഞാൻ ചുമ്മാ എവിടെന്നെങ്കിലും കാട്ടുകഥ പറയുന്നതല്ല. ലോകാനുഗ്രഹി നമുക്ക് കാണിച്ചു തരുന്ന മാതൃകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നമ്മൾ ആരൊക്കെ ഇത് അനുസരിക്കുന്നു, നടപ്പിലാക്കുന്നു. ഫലമ്മാ ബലഗ അശറ, 10 വയസ്സെത്തിയാൽ ളുരിബ അല സ്വലാത്ത്, നിസ്കാരത്തിന്റെ പേരിൽ അടിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 5 ഭക്ഷണത്തിൽ കലക്കിക്കൊടുത്ത് നബിത്തങ്ങളെ വകവരുത്താൻ പണിയെടുത്ത യഹൂദത്തിയെ നേരെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിട്ട് സഹാബാക്കളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഭക്ഷണത്തിനകത്ത് വിഷം കലക്കിയത് ഇവളാണ്, ഒഴിവാക്ക് സഹാബത്തെ. അവരെ പിടിച്ചുവച്ചോണ്ടിരിക്കില്ല, അവിടെ ഒഴിവാക്ക്. മഹാനായ നബിത്തങ്ങളുടെ പിതൃവിനെ കൊല ചെയ്തതായ അബ്ബാസ് റളിയല്ലാഹു, ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല കശാപ്പ് ചെയ്തതായ ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എവിടെയാണ് നബിത്തങ്ങൾ പ്രതികാരം ചെയ്ത്? ആരെയാണ് നബിത്തങ്ങൾ ആക്രമിക്കാൻ പറഞ്ഞത്? പക്ഷെ തങ്ങളെ പറ്റി കേൾക്കുന്ന ചിത്രങ്ങൾ വേറെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മാതാപിതാക്കളെ, 10 വയസ്സെത്തിയതായ കുഞ്ഞിനെ നിങ്ങൾ നമസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞാൽ 6-ാമത്തെ വയസ്സിൽ കൊച്ചു തുടങ്ങി നിസ്കാരത്തെ പറ്റി പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, ദീനി ഉലൂമുകൾ പഠിക്കുന്നു. 10 വയസ്സെത്തുമ്പോൾ നിസ്കാരത്തിൻ്റെ എല്ലാം ആ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞു. 10 വയസ്സെത്തിയിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ ചുള്ളിവടിയെടുത്ത് അടിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഉറങ്ങാത്തവരോട്, 10-ാമത്തെ വയസ്സ്, 15-ാമത്തെ വയസ്സല്ല, അല്ലെങ്കിൽ 13-ാമത്തെ വയസ്സിലല്ല, 10-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ മോനോ മോളോ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ ഒരു ചുള്ളിവടി എടുത്ത്, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ്. പെൺപിള്ളേട്ട് ചോദിച്ചു, മോനെന്തിയേ? ഇരിക്കുന്നു അവിടെ ഏതാണ്ട് മൊബൈലിൽ. എടാ മോനെ, ലോറി നിസ്കരിച്ചാ? ഇല്ല. അപ്പോൾ അവിടെ ഒരു ചുള്ളിവടി വച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചുള്ളിവടി എപ്പോഴും വീടിൻ്റെ വാതിലിൻ്റെ മുകളിൽ വെക്കണം. ഇനി വന്നേ ഇങ്ങോട്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിസ്കരിക്കാതെ ബാങ്ക് വിളിച്ചാൽ അവിടെ നിസ്കരിക്കാതിരിക്കുന്നു പറഞ്ഞില്ല. ബാങ്ക് വിളിച്ചിട്ട് ഇപ്പോൾ സമയം എത്രയായി? ഒരു കൊട്ടു കൊടുത്തു, പോയി നിസ്കരിച്ചോണ്ട് വാ. ഇങ്ങനെ 10-ാമത്തെ വയസ്സിൽ, 15-ാമത്തെ വയസ്സല്ല, 13-ാമത്തെ വയസ്സല്ല, 12-ാമത്തെ വയസ്സല്ല, ഇങ്ങനെ 10-ാമത്തെ വയസ്സിൽ കുഞ്ഞ് നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിച്ച ഉപ്പമാരി മജ്ലിസിലുണ്ടെങ്കിൽ, അല്ല അടിക്കാതെ തന്നെ എൻ്റെ മക്കൾ നിസ്കരിച്ചു മുസ്ലിയാരെ, അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ളവരും ഇതിനകത്ത് ഭാഗവാക്കാകണം. അങ്ങനെ അടിച്ച ഒരു പിതാവ് മജ്ലിസിലുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി ചോദിക്കുകയാണ്, ഒന്ന് കൈവക്കാവോ? 10-ാമത്തെ വയസ്സിൽ നിസ്കരി, 13, 12, 11 അല്ല,
10ാമത്തെ വയസ്സിൽ എൻ്റെ മോൻ നിസ്കരിക്കാണ്ട് ഞാൻ അടിച്ചിട്ടുണ്ട് ഓസിലിയാരെ. ഒക്കൂല. നിങ്ങളുടെ മക്കളെ കൊണ്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഫലം കിട്ടും? പറ, എങ്ങനെ ഫലം കിട്ടും? ഞാൻ സഹോദരിമാരോട് ചോദിക്കട്ടെ, സഹോദരിമാരെ, 10ാമത്തെ വയസ്സിൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ ഒരു മോളെയോ ഒരു മോനെയോ ഒരു വടിക്കമ്പെടുത്ത് അടിച്ച ഉമ്മ അവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ ഒന്ന് കൈ വെക്കാവോ? കാല് വെക്കും നിങ്ങൾ, കാല്, കയ്യല്ല വെക്കണം. ഉണ്ടാവില്ല. പിന്നെ അവർ ചെയ്യണെന്താണെന്നറിയോ? നിങ്ങൾ ഉച്ചയ്ക്ക് ചെല്ലും, നിസ്കരിച്ചാ ഇല്ല, പുറത്തേക്ക് അറിയപ്പെടാം, എടി ഇവനിക്കിനി ചോറ് കൊടുക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ചോറ് കൊടുത്തായി. അവൻ പോയി ആ മാവിൻ്റെ ചോട്ടിൽ പോയി നോണ്ടിട്ട് ഇങ്ങനെ ഏതാണ്ടൊക്കെ കുത്തിപ്പടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് കച്ചവടശാലയിലേക്ക് കട തുറക്കാൻ വേണ്ടിയിട്ട് ഇറക്കി അങ്ങോട്ട് പോയി. വേഗം പെണ്ണുമ്പുള്ള പുറകിലോ നോക്കുമ്പോൾ ഇവൻ മാവേലിങ്ങനെ, തന്നെ വേമ്പാ പോയി വന്ന് തിന്നോ. ശരിയാണോ? സഹോദരിമാരോട് ചോദിക്കണേ, ശരിയാണോ? അങ്ങനെ തന്നെ വിളിക്കാവുള്ളൂ. മോനെ വാ ചോറിന്നെന്ന് പറയരുത്. പിന്നെ ശൈത്താനെ ഇങ്ങ് വാ തിന്നോ. അത് ശൈത്താൻ തന്നെയാ. ഒരു കുഞ്ഞിനെ അടിച്ചിട്ടുണ്ടോ? എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറ് അറ്റത്ത് നായരമ്പലം എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അവിടെ വാപ്പ കൃഷി ഓഫീസർ, ഉമ്മ ഹൈസ്കൂളിലെ HM, ഒരേ ഒരു മകൻ കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുവന്നിട്ട് എഞ്ചിനീയറിംഗിന് ചേർത്തു. സഹപാഠികൾക്കും അധ്യാപകർക്കും രക്ഷയില്ലാണ്ട് വന്നപ്പോൾ പ്രിൻസിപ്പാൾ പുറത്താക്കി. എന്ന് പറഞ്ഞാൽ കടുത്ത ലഹരി ഉപയോഗത്തിൻ്റെ വക്താവാണ് ഈ മോൻ. നാട്ടിലേക്ക് വന്നു. വാപ്പ അഭിമാനമുള്ള മാന്യനാണ്, മാതാവ് മാന്യതയുള്ളവളാണ്. പടച്ചവനെ, എൻ്റെ മോനെ പഠിപ്പിക്കാൻ വിട്ടിട്ട് രക്ഷയില്ലല്ലോ അല്ലാ. ഈ വാപ്പ ചെറായി ജംഗ്ഷനിൽ ഒരു റൂം എടുത്തിട്ട് സ്പെയർ പാർട്സിൻ്റെ കടയിട്ട് കൊടുത്തു. സ്പെയർ പാർട്സിൻ്റെ കച്ചവടം എങ്ങനെ ഉണ്ടെന്നറിയാൻ വേണ്ടി ഒരു ദിവസം വാപ്പ കടയിലേക്ക് വന്നു. രാവിലെ 10 മണിക്ക്. അവിടെ ചെന്നപ്പോൾ മോനെ കാണാനില്ല. ഇതൊക്കെ എല്ലാ സ്ഥലത്തും കേൾക്കണ വാർത്തയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഡ്രസ്സ് സഹിത ഞാനീ പറഞ്ഞ്. കടയിൽ ചെന്ന് നോക്കിയപ്പോൾ മോനെ കാണുന്നില്ല. വാപ്പ കയറി ആ കാശമേശയുടെ അടുത്തുള്ള കസേരയിലങ്ങ് ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ മോൻ ആടി ആടി വരികയാണ്. അന്നിപ്പോൾ മോൻ വാപ്പ കസേര ഇരിക്കുകയാണ്. നിന്നോടാടാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞേ. ഒരൊറ്റ ചവിട്ടം കൊടുത്തു. ഈ കസേര മറിഞ്ഞ് മനുഷ്യൻ താഴത്തേക്ക് വീണപ്പോൾ ബസ് സ്റ്റോപ്പാ. ആൾക്കാർ നോക്കി എന്താ പടപടാ ശബ്ദം കേട്ടേന്ന്. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് തപ്പി പിടിച്ച് എഴുന്നേക്കുക. നാണക്കേടായി. അവിടെ ലിവർ എന്ന് പറയുന്നൊരു കമ്പി ഇരിപ്പുണ്ടായി. ലിവർ, ഈ ജാക്കി, വണ്ടിയുടെ ടയറൊക്കെ പഞ്ചറാകുമ്പോൾ ഈ ജാക്കി തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നീളമുള്ള കമ്പി, അതിന് ലിവർ എന്നാണ് പറയുക. ഈ സാധനം എടുത്തുകൊണ്ട് ആ മൂപ്പരിങ്ങ് ഇറങ്ങിപ്പോകും. വീട്ടിലേക്ക് മുമ്പ് HM വെണ്ണമുള്ള, ഇതെന്താ ലിവറും കൊണ്ടുവന്നത്? ഇതെവിടെ ആവശ്യമുണ്ട്, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്, വേറെ കാര്യമൊന്നും പറയുന്നില്ല. അവിടെ കൊണ്ടുവന്ന് വെച്ചു. രാത്രിയായി. മത്തായിക്കൊണ്ട് മകൻ വന്നു. അവൻ്റെ ബെഡ്റൂമിലേക്ക് കയറി, കിടക്കയിലേക്ക് കയറി കമിഴ്ന്നങ്ങോട്ട് കിടന്നു. 2 കയ്യിലും മുറുകെ പിടിച്ച് ലിവറുമായിട്ട് ഇറങ്ങുമ്പോൾ ഭാര്യ വട്ടം കയറി പിടിച്ചു. പക്ഷെ ആ സമയത്ത് നല്ല ആരോഗ്യ, തട്ടി തെറിപ്പിച്ചു. നേരെ അകത്തേക്ക് വന്ന് ശാന്തമായി കിടക്കുന്ന മകൻ്റെ തലയിലേക്ക് ലക്ഷ്യം വെച്ചിട്ടൊരു ഒറ്റ അടിയാണ്. തലയോട്ടി പൊട്ടി തലച്ചോറ് ചിതറി അയാളുടെ ശരീരത്തിലേക്കും വസ്ത്രത്തിലേക്കും ആയി കൊട്ടിക്കളഞ്ഞു. കമ്പി എറിഞ്ഞിട്ടിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, സാറേ ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ട് വന്നിരിക്കുകയാണ്, എന്നെ നിങ്ങൾ ലോക്കപ്പിലാക്കണം. ഏത് സമയത്താണോ നിയമം എന്നെ തുറന്നു വിടുന്നത് ആ സമയത്ത് മാത്രമേ നിങ്ങൾ എനിക്ക് മോചനം തരാവുള്ളൂ. എനിക്ക് വേണ്ടി ആര് ജാമ്യത്തിന് വന്നാലും നിങ്ങളെ ജാമ്യം എടുക്കരുത്, എന്നെ പുറത്തു വിടരുത്. നല്ല കാര്യം ചെയ്തിട്ട് ഞാൻ വന്നതാണ്. തല ചിന്നിച്ചെതറി പെടഞ്ഞു മരിച്ചതായ മകൻ്റെ ജനാസ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുഴിച്ചിട്ടെങ്കിൽ 19ാമത്തെ വയസ്സിൽ ലിവർ കൊണ്ട് തലയടിച്ചു പൊട്ടിക്കാനല്ല പിതാവിനോട് പറഞ്ഞത്, മാതാവിനോട് പറഞ്ഞത്. 10ാമത്തെ വയസ്സിൽ നമസ്കരിക്കുന്നില്ലെങ്കിൽ ചുള്ളിവടിയെടുത്ത് നിന്റെ മോനെ അടിക്ക്, മോളെ അടിക്ക് എന്ന് നബിയിന റസൂലുള്ളാഹി. ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അപ്പം നമ്മുടെ മക്കള് നമുക്ക് ബലപ്പെടുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഫലമ്മാ ബലഗ 16, 16ാമത്തെ വയസ്സെത്തിയാൽ നിർത്തുകയാണ്. 16ാമത്തെ വയസ്സെത്തിയാൽ ഇപ്പം നമുക്കത് പറ്റൂല. ആ മോനക്ക് നീ വിവാഹം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ മകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം.
16-ാമത്തെ വയസ്സിൽ ഇപ്പോൾ വിവാഹം ചെയ്താൽ വാപ്പായും ഉമ്മായും ജയിലിൽ പോവും. എന്നാൽ കൊല്ലത്തുള്ള ഒരു ലോഡ്ജിൽ, കായംകുളത്തുള്ള ഒരു ലോഡ്ജിൽ ഒരു 18 വയസ്സായ ഒരു പെണ്ണ്, ഒരു 19 വയസ്സായ ആണ്, രണ്ടാളും ലോഡ്ജിൽ റൂം എടുത്തു. ആരോ പോലീസിൽ വിളിച്ചു പറഞ്ഞു. പോലീസ് വന്നു. നിൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് സ്ഥലത്താണ്. എവിടെയാണ്? സ്ഥലത്ത്. നിങ്ങൾ രണ്ടാളും ആരാണ്? ഞങ്ങൾ രണ്ടാളും ബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ ലോഡ്ജിൽ വന്ന് ഒറ്റയ്ക്ക് റൂം എടുത്ത്? അത് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സമ്മതിച്ചിട്ട് റൂം എടുത്തതാണ്. പോലീസ് ഫയലും മടക്കി സ്റ്റേഷനിലേക്ക് വീട്ടിൽ പോയിക്കൊള്ളണം. അവിടെ ഒന്നും എഴുതാൻ പറ്റൂല, ഒന്നും എഴുതാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ ഫുഷുവുസിന, ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ വ്യഭിചാരം വ്യാപകമാകുമെന്ന് പറഞ്ഞെങ്കിൽ അതൊന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എല്ലാ വഴികളും തുറന്നിരിക്കുകയാണ്. വിവാഹം ചെയ്താൽ ജയിലിൽ പോകും, വ്യഭിചരിച്ചാൽ സ്വതന്ത്രമായിട്ട് പോകാം. ഇതാണ് അവസ്ഥ. കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. പെരുവഴിയിൽ കിടന്ന് സിന ചെയ്യുന്ന, വ്യഭിചരിക്കുന്ന അവസ്ഥ കാണാതെ ലോകം അവസാനിക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. കമാ തസാഫദൽ ബഹായിമി ഫി തുർക്കീൻ, കന്നാലികൾ നാൽക്കാലികൾ ഇണചേരും പോലെ വഴിയിൽ ഇണചേരുന്നത് നിങ്ങൾക്ക് കാണാം. ആ സന്ദർഭത്തിൽ ആ മതിലിൻ്റെ അപ്പുറത്തേക്കൊന്ന് നീങ്ങിക്കിടന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഈ കാലഘട്ടത്തിലുള്ള സിദ്ദീഖുൽ അക്ബറിനെ പോലെ, ഉമറുൽ ഫാറൂഖിനെ പോലെ റളിയല്ലാഹു അൻഹുമ ഈമാനുള്ള വ്യക്തികളായിരിക്കുമെന്ന് നബീന റസൂലുള്ളാഹി. അല്ലാണ്ട് അവരെ കാണിക്കുമല്ല മക്കളെ, ആ മതിലിൻ്റെ അപ്പുറത്തേക്കൊന്ന് മാറിക്കിടന്നെങ്കിൽ വളരെ നന്നായിരുന്നു, നല്ല വാക്കിൽ കണ്ട അങ്ങനെ പറയുന്ന വ്യക്തി ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഇവിടെയൊക്കെ നരച്ചവരോട് ചോദിക്കുക, നിങ്ങളുടെയൊക്കെ നല്ല പ്രായത്തിലൊക്കെ ഒരു കലാലയത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ ഒരു കോളേജ് കുമാരൻ ഒരു കോളേജ് കുമാരിയോട് വർത്തമാനം പറയുന്നത് കണ്ടാൽ നിങ്ങൾ വിടുവാർന്നോ? ഡാ നീ എന്തിനാടാ അവളെ? അതിൻ്റെ ഒരു വാക്കില്ല, ഒരു വാക്ക്, ആ വാക്ക് ഞാൻ പറയണില്ല, നിനക്കറിയാലോ വാക്ക് ഇല്ലേ? നീ എന്തിനാടാ അവളെ അങ്ങനെ ചോദിക്കൂലേ? അപ്പോൾ അവരെന്ത് ചെയ്യും? ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല. പോടാ, വീട്ടിൽ പോടാ. ഇന്നേ കോളേജിൽ നിന്നും കൂടെ ഇറങ്ങി വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. എടാ ഈ പെണ്ണാരിയടാ, നീ ഔത്തു. അപ്പ പോലീസിനെ വിളിക്കും പെണ്ണ്, അല്ലെങ്കിൽ ചെറുക്കൻ പോലീസിനെ വിളിക്കും. അപ്പം വരും, നിന്നെ പൊക്കി എടുത്തുകൊണ്ടു. എന്തേ? എല്ലാം അനുകൂലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായി കാണുന്നത്. അള്ളാഹുവേ ഈമാൻ തകർന്നു പോകാതെ ഞങ്ങളെ നീ കാമില ഈമാനിൻ്റെ വക്താക്കളാക്കി തന്ന് അനുഗ്രഹിക്കുന്ന തമ്പുരാൻ. വളരെ സൂക്ഷിക്കണം. അപ്പോൾ 16 വയസ്സിൽ വേണ്ട, ഒരു 2 കൊല്ലം കൂടെ കൊണ്ട് പിന്തിപ്പിക്കുക. വളരെ സൂക്ഷിക്കുക കൊച്ചുങ്ങളെയൊക്കെ കേട്ടോ. സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. ഇയ്യാക്കും എന്ന് പറഞ്ഞാൽ ഉറങ്ങല്ലേന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇയ്യാക്കും, എല്ലാവരും ശ്രദ്ധിച്ചാൽ ഞാൻ ഒരു കാര്യം പറയണമെന്ന്, ഗൗരവമുള്ള കാര്യം. ഇയ്യാക്കും വഖദറഉദ്ദിമൻ ഖീല വമാ ഖദറഉദ്ദിമൻ യാ റസൂലുള്ളാഹ് ഖാല അൽ മർഅത്തുൽ ഹസനാഉ ഫിൽ മംബത്തി സൂഇ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഇന്നത്തെ രക്ഷിതാക്കൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ പോയിന്റാണ് നബി തങ്ങൾ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചേ എന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറയുന്നു, കുപ്പക്കൂനയിൽ മുളയ്ക്കുന്ന പച്ചപ്പിനെ നിങ്ങൾ സൂക്ഷിച്ചോളണം. മനസ്സിലായോ? കുപ്പക്കൂന അഴുക്കൊക്കെ കൊണ്ടുപോയി കൂട്ടിയിടുന്നിടത്തിൽ ചില ചെടികൾ മുളയ്ക്കും, ഭയങ്കര കൊഴുപ്പായിരിക്കും അതിന്. കുപ്പക്കൂനയിൽ മുളയ്ക്കുന്ന പച്ചപ്പിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് പൊന്നാർ നബിയെ കുപ്പക്കൂനയിലെ പച്ചപ്പ്? അൽ മർഅത്തുൽ ഹസനാഉ ഫിൽ മംബത്തി സൂഇ. മതബോധമില്ലാത്ത കുടുംബത്തിലെ പെൺകുട്ടിയാണെന്ന് നബീന റസൂലുള്ളാഹി. ഇന്ന് പെൺകുട്ടികളുള്ളവർ കണ്ണീരും കയ്യുക, പുറത്തേക്ക് വിടാൻ നിവൃത്തില്ല. ഏത് കലാലയത്തിൻ്റെ മുമ്പിൽ നോക്കിക്കോ, കുരിശുമാലയിട്ട പെൺകുട്ടി സ്വസ്ഥമായി നിൽക്കും, ചന്ദനക്കുറിയിട്ട പെൺകുട്ടി സ്വസ്ഥമായി നിൽക്കും, ഷാളിട്ട പെൺകുട്ടിയുടെ ചുറ്റും ഇങ്ങനെ കൂടിയിട്ടുണ്ടാവും. വളരെ ശ്രദ്ധിച്ചോ, അപകടപ്പെട്ട. ഞാനിത് തൊടുന്നില്ല കേട്ടോ, ഞാൻ അവിടെ വെച്ചു, അവിടെ ഇരുന്നോട്ടെ. പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിച്ചോ, പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ സൂക്ഷിച്ചോ. വലിയ അപകടത്തിലേക്ക് പോണേ. എത്ര കൊല്ലം മുമ്പ് പറഞ്ഞ താക്കീതാന്നറിയോ ഇത്? ഇന്ന് മുസ്ലിം പെൺപിള്ളേരെ കൊണ്ട് രക്ഷിതാക്കൾ കണ്ണീര് കുടിക്കുക. എന്താടോ കാരണം? പറ. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല, ഒറ്റ കാരണമുള്ളൂ. അപ്പം 16-ാമത്തെ വയസ്സിന് 18 എടുക്ക്, നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം, ആണാകട്ടെ പെണ്ണാകട്ടെ. എന്നിട്ടോ കയ്യെ കയറി പിടിക്കണോന്ന് നബി തങ്ങൾ പറയാൻ. ഈ പണിയെല്ലാം കഴിച്ചിട്ട് കയ്യെ കയറി പിടിക്കണം. എന്നിട്ട് പറയണം, മോനെ നിനക്ക് ഞാൻ
അല്ലംതുക വഅദ്ദബതുക അൻകഹതുക, നിനക്ക് ഞാൻ അഖീഖ അറുത്തു മോനെ, നിനക്ക് ഞാൻ നല്ല പേരിട്ടു മോളെ, നിനക്ക് ഞാൻ ഇൽമു പഠിപ്പിച്ചു തന്നു മക്കളെ, നിനക്ക് ഞാൻ അദബ് പഠിപ്പിച്ചു തന്നു, ഇതാ നിനക്ക് ഞാൻ ഇതാ വിവാഹം ചെയ്തു തന്നു. ഇന്നി അഊദു ബിക മിനദ് ദുനിയാ ഇന്നി അഊദു ബിക മിൻ അദാബിക ഫിദ് ദുനിയാ മിൻ ഫിത്നതിക ഫിദ് ദുനിയാ വഅദാബക ഫിൽ ആഖിറ. നിന്റെ ഭാഗത്ത് നിന്ന് ദുനിയാവിൽ എനിക്ക് എന്തെങ്കിലും ഇടങ്ങേറുണ്ടാകുന്നതിനെയും ആഖിറത്തിൽ എനിക്ക് എന്തെങ്കിലും ശിക്ഷ ഉണ്ടാകുന്നതിനെയും ഞാൻ എൻ്റെ റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നു. മോനെ മോളെ കൈവിട്ടേക്കുക. 16-ാമത്തെ വയസ്സെത്തിയിട്ട് ഈ പണികളെല്ലാം നടത്തി കയ്യെ പിടിച്ചിട്ട് ഇങ്ങനോട് പറഞ്ഞുകൊണ്ടങ്ങ് വിട്ടേക്കുക. ഇനി നീ കുഞ്ഞല്ല, നീ കുട്ടിയല്ല, നീ പാകത എത്തിയതായ ഒരു ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരിയാണ്. ഇനി നിനക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം. അതിൻ്റെ ശേഷം മക്കൾ തെറ്റിക്കോട്ടെ, ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. ഈ 16-ാമത്തെ വയസ്സ് വരെ ജനിച്ച് അന്ന് മുതൽ മക്കളെ സംബന്ധിച്ച് ഇത്രയും ഉത്തരവാദിത്വം നമുക്കുണ്ടെങ്കിൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നമ്മുടെ മക്കൾക്ക് ദീനിയായിട്ട് നമ്മൾ എന്തു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കിടപ്പിലാകാൻ പോവുകയാണ്. കിടപ്പിലാകുമ്പോൾ നമ്മുടെ ആശ മാറും. ബാലസ്ഥാവൽ ക്രീഡാശക്തി തരുണസ്ഥാവൽ തരുണീശക്തി വൃദ്ധസ്ഥാവൽ ചിന്താശക്തി പരമേ ബ്രഹ്മണി കോപിനശക്തി. ആശകൾക്ക് മാറ്റം വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ആയത്തെ ഞാൻ വേറെ എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞോളാം.